ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നും ഒരു ചെറിയ ഫുഡ് വ്ളോഗാണ്. ഒരു 4 മണി പലഹാരം. അതായത് നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ, അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന, അത് വെച്ചിട്ട് നമുക്കൊരു ലഡു അല്ലെങ്കിൽ ഉണ്ട ഉണ്ടാക്കി നോക്കാം. അമൃതം പൊടി നിങ്ങൾക്കറിയാം, നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ നല്ലൊരു പൊടിയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് അത് അംഗൻവാടിയിലൂടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്നും ഒരേ രീതിയിൽ ഇട്ട് കൊടുത്താൽ അവർക്കൊരു മടുപ്പായിരിക്കും. അപ്പം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കണം നല്ലതാണ്. ഏതായാലും നമുക്ക് അതിനെ കൊണ്ടൊരു ലഡു ഉണ്ടാക്കി നോക്കാം. ഇതിന് വെറും 15 മിനിറ്റ് മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോയിലോട്ട് പോവാം. സുഹൃത്തുക്കളെ, അപ്പം ഇതൊരു പാക്കറ്റ് അമൃതം പൊടിയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം ഇതിന് സമയം എത്ര? എങ്ങനെ? ഇതിന് സമയം പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, അത് നല്ല ഡ്രൈ ആയി പുട്ടുപൊടി പോലെ ആയി വരും കുറേ നേരം വറുക്കുമ്പോൾ. അത് വലിയ തീയിൽ വറുക്കുകയും ചെയ്യരുത്, ചെറിയ തീയിൽ കുറേ ടൈം വറുക്കണം. അപ്പോൾ ഇത് നല്ല പുട്ടുപൊടി പോലെ ആയി വരും. ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിയല്ലേ ഉള്ളത്. ഇതിങ്ങനെ വേറെ വേറെ ആയി വരും. അപ്പം അങ്ങനെയുണ്ട് അതിൻ്റെ സമയം. അപ്പം കുറേ നേരം വറുക്കണം. അതും ചെറിയ തീയെ വെക്കാവും. ചെറിയ തീയിൽ കരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. ഓക്കെ. ഇതൊക്കെ വേണ്ട വേറെ ചേരുവയാണ് ശർക്കര ലായനി. അപ്പം രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരടുപ്പത്ത് വറുക്കുക, ആ സമയത്ത് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഇത് പിന്നെ ഒരു പാക്കറ്റ് അമൃതം പൊടിക്ക് നമ്മൾ എടുത്തത് 2 ആണി ശർക്കരയാണ് കേട്ടോ. 2 ആണി ശർക്കര ലായനിയാക്കി എടുക്കാം. ഓക്കെ. പിന്നെ ഈ പൊടിയിൽ നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് 2 ആണി ശർക്കര എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അമൃതം പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് 2 ആണിയാക്കിയത്. പിന്നെ മധുരം കൂടണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ. ഒരു 1-1.5 ഗ്ലാസ് 2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. സുഹൃത്തുക്കളെ, ഇതാണ് ഈ ഒരു ലെവലിൽ ആവണം കേട്ടോ. അത് കളർ മാറിയത് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറിലോട്ട് മാറി. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ സാവധാനത്തിൽ ചെറിയ തീയിലിങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? 1 സ്പൂൺ ജീരകം പൊടിച്ചത്, 1 സ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 5-6 എണ്ണം ഏലക്ക പൊടിച്ചത്, ഒരു 5-6 ഏലക്ക പൊടിച്ചതാണ് കേട്ടത്. ഈ 2 സാധനങ്ങളാണ്. ഇനി വേണ്ടത് തേങ്ങ. ഇത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയതാണ്. ഇനി ഇത് 3 കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അമൃതപ്പൊടി പിന്നെ വറുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ തീ ഓഫാക്കണേ. തീ ഓഫാക്കി കഴിഞ്ഞിട്ട് ഇത് 3 കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് പാനി റെഡി ആയതിന് ശേഷം തിളപ്പിച്ച വെള്ളം 1 ഗ്ലാസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ. പാനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നാലേ നമ്മൾ ഒരു പാക്കറ്റ് പൊടിയിലോട്ട് അത് കുഴച്ചെടുക്കാൻ മാത്രം വെള്ളം പാകമായി കിട്ടുള്ളൂ. ഇനി ശർക്കരപ്പാനി അരിച്ച് നേരിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ തേങ്ങ കൊത്ത് വറുത്തതോ, അതൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല, കാരണം നമുക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഇത് 15 മിനിറ്റോളം തണുക്കാൻ വെക്കുക.
അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഉണ്ട അല്ലെങ്കിൽ ലഡു ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ലഡു ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഡു അല്ലെങ്കിൽ ഉണ്ട എന്നൊക്കെ പറയാം. ഇത് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടോ അംഗൻവാടി വിട്ടോ അല്ലെങ്കിൽ നഴ്സറിയൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ചായക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1, 2, 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത്രയും സ്വാദിഷ്ടമായിട്ട്, അതും വീട്ടിൽ നമുക്ക് കിട്ടുന്ന അമൃതം പൊടി വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.